മോശം അത്രയും മോശമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കും. ഇങ്ങനൊരു ഓപ്പറേഷന്റെ പേരേ പറഞ്ഞിട്ടില്ല. ഇങ്ങനൊരു ഓപ്പറേഷൻ എന്ന് പറയുന്നതിനൊരു പേരുണ്ടെന്ന് തന്നെ വന്നിട്ടില്ലാത്തൊരു ഇതിലാണ് അവര് അത് അങ്ങനെ റിലേറ്റ് ചെയ്ത് അങ്ങനെ ഞാൻ ഇതിന്റെ അഗേൻസ്റ്റ് ആണെന്നൊക്കെ പറഞ്ഞത്. യു കാൺ റിസീവ് എനി മോർ മെയിൽസ് എന്ന് പറഞ്ഞിട്ട് അത്രയും എനിക്ക് ത്രെറ്റ് മെയിൽസ് കിട്ടി. ത്രെറ്റ് മെയിൽസ് ഞാൻ പറയണ്ടല്ലോ, ആ തീർത്തുകളെയും മറ്റേ അങ്ങനെ ഒരുപാട് ഹിന്ദി തെറി ഞാൻ പഠിച്ചിട്ടുണ്ട്. ഇപ്പൊ സോഷ്യൽ മീഡിയ മാനിപ്പുലേഷൻ എന്ന് പറയുമ്പോൾ ചെറിയ ദ്രോഹമൊന്നും അല്ല ചെയ്യുന്നത്. ഐ തിങ്ക് ഇറ്റ്സ് എ പെയ്ഡ് നെഗറ്റീവ് PR. അവർക്ക് ഗ്രൂപ്പ്സ് ഉണ്ട്. ദൈവം എൻ്റെ കൂടെ ഉണ്ടായതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇപ്പോഴും ഇങ്ങനെ തന്നെ ഇരിക്കുന്നത്. എൻ്റെ അക്കൗണ്ട് ഹാക്ക് ചെയ്യാൻ പല ആൾക്കാരും നോക്കി, റിപ്പോർട്ട് അടിച്ച് കളയാൻ ആൾക്കാർ നോക്കി. പക്ഷെ ഈ ഉപദ്രവകാരിയായിട്ടുള്ള പഠിപ്പിയല്ല. ഈ പറഞ്ഞ പോലെ ഈ സാഡിസ്റ്റ് പഠിപ്പികളുണ്ടല്ലോ, ഇതേപോലെ ടീച്ചറിനെ പോയി വിളിക്കട്ടെ അങ്ങനെയൊന്നും ഞാൻ ചെയ്യാറില്ല. വേറുള്ള ആൾക്കാർക്ക് ഉപകാരം മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. ആദ്യം ഞാൻ പറഞ്ഞപ്പോഴും വീട്ടിൽ ആക്ച്വലി നല്ല പ്രശ്നം ഉണ്ടായിരുന്നു. അവര് വിചാരിച്ചു ഞാൻ വലിയ ഡോക്ടർ എഞ്ചിനീയർ ആവും എന്നൊക്കെയാണ് വിചാരിച്ചത്. അതെ, ഞാനൊരു കാര്യം പറയട്ടെ. റെക്സിലീസ് എന്റർടൈൻമെന്റിന്ന് ഒരു ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് ഒരു മെസ്സേജ് വന്നായിരുന്നു. നിങ്ങൾ മനസ്സിൽ കാണുന്ന ഇവന്റ് അത് ഏതുമായിക്കോട്ടെ, അതിനെ കൂടുതൽ കളർഫുൾ ആക്കാൻ കൂടുതൽ സ്പെഷ്യൽ കണ്ടന്റോടുകൂടി മൈൽസ്റ്റോൺ ഇവന്റ്സ്, ബർത്ത്ഡേ പാർട്ടി, എൻഗേജ്മെന്റ്, കല്യാണം, കോർപ്പറേറ്റ് ഇവന്റ്സ്, അങ്ങനെ ഏത് ഇവന്റ്സും കൂടുതൽ സ്പെഷ്യൽ കണ്ടന്റോടുകൂടി നമുക്ക് മനോഹരമാക്കാം മൈൽസ്റ്റോൺ ഇവന്റ്സിലൂടെ. Hey everyone, you are watching Milestone Makers Presents Chakam Pakam and this is Shalom Kader. നമ്മുടെ ഒപ്പം ഇന്നുള്ളത് 2018 നായകൻ തൊട്ട് നമ്മുടെ കൂടെ ഉള്ള അഞ്ചാം പാതിര, ടർക്കിഷ് തർക്കം, അങ്ങനെ ഒരുപാട് മൂവീസിലൊക്കെ പാർട്ടായിട്ടുള്ള ആമിന നിജാം. ഒരു പേരും അത് മാത്രമല്ല, ദ നാഷണൽ ആന്തം ഗേൾ. ഹൗ ഈസ് ലൈഫ്? എങ്ങനെയുണ്ട് ലേറ്റ്ലി ലൈഫ് ഒക്കെ എങ്ങനെ പോകുന്നത്? ലൈഫ് ഈസ് ഗുഡ്, ഇറ്റ്സ് ഫൈൻ, ഗോയിങ് ഗുഡ്, കുഴപ്പമില്ല, അങ്ങനെയൊക്കെ പോകുന്നു. കറന്റ് അപ്ഡേറ്റ്സ് കാര്യങ്ങളൊക്കെ വെക്കട്ടെ. കറന്റ് അപ്ഡേറ്റ്സ് ഇപ്പോ അങ്ങനെ വലിയ വിശേഷങ്ങളൊന്നും പറയാനില്ല. എന്താ, പടങ്ങൾ ചെയ്തത് കുറച്ച് റിലീസ് ആവാനുണ്ട്, ചെറിയ 2 പടങ്ങള് ഇറങ്ങാൻ. വെയിറ്റിംഗ് ആണ് എന്നല്ലാതെ അങ്ങനെ വലിയ അങ്ങനെ വിശേഷങ്ങളൊന്നും ഇല്ല. വെരി നോർമൽ. ഞാനിപ്പോ റീസെന്റ് ആയിട്ട് ഒരു ടെഡ്എക്സിൽ ഒരു ടോക്ക് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതെ. അപ്പൊ ഞാൻ അതിനകത്ത് കേട്ടു നാഷണൽ ആന്തം ഗേൾ എന്നായിരുന്നു നിക്നെയിം എന്ന് കേട്ടു. അതെങ്ങനെയാ സംഭവിച്ചിരിക്കുന്നത്? അത് ആ നാണക്കേടെന്ന് മാറാനാണ് ഞാൻ കുറെ കാലമായിട്ട്. അതെ, അതിന്റെ ഒരു ആവശ്യമില്ലായിരുന്നു ഇപ്പൊ എനിക്ക് തോന്നുന്നുണ്ട്. അല്ല, സ്കൂളിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ എന്റെ ടെഡെക്സ് ടോക്ക് മൊത്തം അത് ബേസ്ഡ് ആയിട്ടായിരുന്നു. അത് ശരിക്കും നമ്മള് ചെറുപ്പകാലത്തിൽ നമുക്ക് ഉണ്ടാവുന്ന ഒരു പ്രശ്നം അല്ലെങ്കിൽ ഒരു ഫെയിലിയർ ആണല്ലോ നമ്മൾ പല കാര്യങ്ങളും റീതിങ്ക് ചെയ്ത് നമ്മൾ വർക്ക് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത്. അതുപോലെ ഒരു ഇൻസിഡന്റ് ആയിരുന്നു ആ ഒരു കാര്യം. അപ്പം അതെന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ആക്ച്വലി ഈ ഒരു പ്രൊഫഷൻ ഞാൻ ചൂസ് ചെയ്യാനും അങ്ങനെ ഇതിലേക്ക് എനിക്ക് വരാനൊക്കെ കാരണം എനിക്ക് തോന്നുന്നു ആ ഒരു ഇൻസിഡന്റ് തന്നെയാണ്. ഇറ്റ് ഈസ് എൻ ഇമ്പോർട്ടന്റ് പാർട്ട് ഓഫ് മൈ ലൈഫ്. അങ്ങനെ ഒരു ചീത്തപ്പേര് എനിക്ക് പറഞ്ഞിട്ട് പഠിപ്പിക്കൊച്ചായിരുന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പറ്റി ഈ ഫ്രീ ടൈം ഒക്കെ കിട്ടുമ്പോ തന്നെ മറ്റേ ഓടിപ്പോയി സ്റ്റാഫ് റൂമിൽ മാത്സ് ടീച്ചർ ക്ലാസ് എടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് പഠിപ്പിയായിരുന്നു. അതെ, അങ്ങനെയൊക്കെ തന്നെയാണ്. മാത്സ് ടീച്ചറിനെ പോയി വിളിക്കത്തൊന്നുമില്ല. പക്ഷെ ഞാനിങ്ങനെ ആഗ്രഹിക്കുമായിരുന്നു, കുറച്ച് സമയമുണ്ടല്ലോ എന്ന് ടീച്ചർ വന്ന് പഠിപ്പിക്കട്ടെ, എന്തായാലും കുറച്ച് പ്രൊഡക്റ്റീവായിട്ട് കാര്യങ്ങൾ ചെയ്യണം, ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ഒരാളായിരുന്നു ഞാൻ. വേറൊരാൾ ഉപദ്രവിച്ചിട്ടുള്ള പഠിപ്പിക്കല്ലായിരുന്നു. ഇല്ല, അതൊക്കെ തന്നെ. 99 മാർക്ക് കിട്ടി കഴിഞ്ഞപ്പോ അതെ, ഞാൻ തന്നെയാണത്. പിന്നെ അല്ല, പിന്നെ കോപ്പി അടിക്കാനൊന്നും എനിക്ക് തീരെ അറിയത്തുമില്ല, അങ്ങനത്തെ കാര്യങ്ങളൊന്നും. ബിക്കോസ് ടിപ്പിക്കൽ അത് തന്നെയാണ്. പക്ഷെ ഈ ഉപദ്രവകാരിയായിട്ടുള്ള പഠിപ്പിയല്ല. ഈ പറഞ്ഞ പോലെ ഈ സാഡിസ്റ്റ് പഠിപ്പികളുണ്ടല്ലോ, ഇതേപോലെ ടീച്ചറിനെ പോയി വിളിക്കട്ടെ അങ്ങനെയൊന്നും ഞാൻ ചെയ്യാറില്ല. വേറുള്ള ആൾക്കാർക്ക് ഉപകാരം മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. അതന്നെ, കോപ്പി അടിക്കലിന്റെ കാര്യത്തില് ഞാൻ കുറച്ച് മോശമായിരുന്നു. എന്റെ തലയിൽ ചോദിച്ചാലും എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ നോക്കത്തില്ല. ഞാൻ എന്റെ കാര്യം മാത്രമേ നോക്കത്തുള്ളൂ. ബിക്കോസ് എനിക്ക് പേടിയാണ്. അങ്ങനത്തെ സഹകരണം എനിക്കില്ലായിരുന്നു. അതെ, ബിക്കോസ് എനിക്ക് അറിയില്ലാത്തതുകൊണ്ടാണ്. ഞാൻ ഫസ്റ്റ് ബെഞ്ച് എപ്പോഴും ടീച്ചറിന്റെ മൂക്കിന്റെ അടിയിൽ ഇരുന്നാണ് ഞാൻ ശീലിച്ചിട്ടുള്ളത്. അതെ, ഞാൻ ബാക്ക്, ബിക്കോസ് ഞാൻ ചെറുതായത് കാരണം അവരെന്നെ ബാക്കിലേക്ക് ഇരുത്തത്തില്ല. ഫുൾ ടൈം എന്റെ ജീവിതകാലം മൊത്തം ഞാൻ ഫ്രണ്ട് ബെഞ്ചിലായിരുന്നിട്ടുള്ള. അപ്പോ നമുക്കൊരു മാറി നിന്നൊരു ഇത്, ഒരു സമയമുള്ളപ്പോഴേ കള്ളത്തരൊക്കെ ചെയ്യാൻ നമ്മൾ പഠിക്കുള്ളൂ. അങ്ങനെ ഒരു കിട്ടിയിട്ടില്ല. അങ്ങനൊന്നും ഇപ്പൊ ചോദിക്കരുത്, കൊറേ വർഷമായി. സിവിൽ എഞ്ചിനീയറിംഗ് ആയിരുന്നു ചെയ്തത്. അതെ. പക്ഷെ ഞാൻ 3rd ഇയർ കഴിഞ്ഞതിന് ശേഷം ഡ്രോപ്പ് ഔട്ട് ചെയ്ത് സിനിമയിലേക്ക് വരികയാണ് ചെയ്തത്.
എനിക്ക് ഇല്ല അങ്ങനത്തെ ഇല്ല. ചോദിക്കേണ്ട ആ കാര്യമില്ല. എനിക്ക് അങ്ങനെ ഒരു എനിക്ക് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ കംപ്ലീറ്റ് ചെയ്യണമായിരുന്നു. പക്ഷെ ആ ഒരു സമയത്ത് എന്റെ ഒരു മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് ഓക്കെ ദിസ് ഇസ് നോട്ട് വാട്ട് ഐ വോണ്ട് ടു ഡു. എനിക്ക് കംപ്ലീറ്റ് ചെയ്തിട്ട് നമ്മളൊരു ഡിഗ്രി എടുക്കുക എന്നുള്ളതല്ലാതെ എനിക്ക് അതിൽ വേറെ ഒരു ഫ്യൂച്ചർ എനിക്ക് കാണാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് ആ സമയത്ത് ഞാൻ അങ്ങനെ ഒരു വലിയ സ്റ്റെപ്പ് എടുത്ത് ഞാൻ ഇതിലേക്ക് ഇറങ്ങിയത്. ഒരു സ്റ്റെപ്പ് എടുക്കുമ്പോ നമ്മള് ആരോടെങ്കിലൊക്കെ ചോദിക്കൂലേ, ഇപ്പൊ അതെ ഒരു ക്രൂഷ്യൽ സംഭവമൊക്കെ എടുക്കുമ്പോ വേണോ വേണ്ടോ അങ്ങനെ കൊറേ മൈൻഡ് ആയിരിക്കുമല്ലോ, രക്ഷപ്പെടുന്നില്ലേ റിസ്ക് ആണല്ലോ. എങ്ങനെയായിരിക്കും ആ ഒരു മൈൻഡ് എടുത്ത് പഠിപ്പിൽ നിന്ന്, ശരിക്കും പറഞ്ഞാൽ പഠിപ്പുകളിൽ നിന്ന് ഒരു എക്സ്ട്രീം വേറെ ഓപ്പോസിറ്റ് സൈഡാണ് ഈ ആർട്ട് പരിപാടികളൊക്കെ. അതെ ഞാൻ ആർക്കും ചോദിച്ചില്ല, ഞാൻ ഇരുന്ന് തന്നെ ചിന്തിച്ചു. അതെ ഞാൻ ബിക്കോസ് ചെറുതായിരിക്കുമ്പോ തന്നെ എല്ലാ കാര്യങ്ങളും സ്വന്തമായിട്ടാണ് ഞാൻ ഡിസൈഡ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ എനിക്ക് അങ്ങനെ ചോദിച്ച ശീലമില്ല സത്യം പറഞ്ഞെങ്കിൽ. അപ്പോ ആദ്യം ഞാൻ പറഞ്ഞപ്പോഴും വീട്ടിൽ ആക്ച്വലി നല്ല പ്രശ്നം ഉണ്ടായിരുന്നു. അവര് വിചാരിച്ചു ഞാൻ വലിയ ഡോക്ടർ എഞ്ചിനീയർ ആവുന്നൊക്കെയാണ് വിചാരിച്ചത്. പെട്ടെന്ന് അവര് പ്രതീക്ഷിക്കുന്നില്ല ഞാൻ ഇങ്ങനൊരു ഇൻഡസ്ട്രി ചൂസ് ചെയ്യുന്നോ, ഇങ്ങനൊരു കാര്യം എന്റെ തലേ വരുന്നത് വരെ അവർക്ക് എന്തൊക്കെയോ എന്തോ പ്രശ്നമുണ്ട് അവൾക്ക്, അങ്ങനെ എന്തോ പ്രശ്നം പറ്റി. റീസെന്റ് ആയിട്ട് ഒരു ഇതിൽ പറയുന്നതായിട്ട് ഏറ്റവും കൂടുതൽ പ്രാക്ടീസ് ചെയ്യുന്നത് ഒബ്സർവേഷൻ ആണ് ആക്ടിങ്. അപ്പൊ ഞാനൊരു ആക്ടർ ആവാൻ വേണ്ടി ലൈക് പാഷനേറ്റ് ആയിട്ട് നിൽക്കുന്ന ആളാണ്. ഫോർ മീ ലൈക് അതർ ദാൻ ഒബ്സർവേഷൻ സ്കിൽസ് വേറെ എന്തൊക്കെയാണ് ഒരു ആക്ടർ ഇപ്പൊ അമീനെ പ്രാക്ടീസ് ചെയ്യുന്നത്, വേറെ എന്തൊക്കെയാണ് ഒരു ആക്ടർ എന്നുള്ള നിലയിൽ? ഒരു ആക്ടർ എന്നുള്ള നിലയിൽ ഇപ്പം ആക്ടിങ്ങിന് നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നത് ഒബ്സർവേഷൻ ഒരു മെയിൻ കാര്യം തന്നെയാണ്. പിന്നെ ഒബ്സർവേഷൻ തന്നെയാണ്. ഇപ്പൊ റീസെന്റ് ആയിട്ട് അങ്ങനെ ഒരു ക്യാരക്ടർ വന്നിട്ട് ഒബ്സർവ് ചെയ്ത്, ഇപ്പൊ റീസെന്റ് ആയിട്ട് ജഗദീഷേട്ടന്റെ ഒരു സംഭവം വന്നിട്ടുണ്ടായിരുന്നു, ഒരു സിഗരറ്റ് വലിക്കുന്നതും അങ്ങനെ കുറെ ആക്ഷൻസ് കാണിക്കുന്നത്. അതുപോലെ ഏറ്റവും കൂടുതൽ ഇപ്പൊ ഒബ്സർവ് ചെയ്ത് എന്തായിരിക്കും ഒരു സംഭവം പറയാം? എനിക്ക് തോന്നുന്നത് ഇപ്പൊ നമ്മള് അഭിനയിക്കണ സമയത്ത് ഇപ്പൊ പുള്ളി ചെയ്ത് തന്നെ ആ സിഗരറ്റ് വലിക്കണ സംഭവത്തില് ആക്ച്വലി പുള്ളി ഇൻകോപ്പറേറ്റ് ചെയ്തത് ആക്ടിങ്ങിന്റെ കൂടെ എന്താ പറയാ ഈ ഡയലോഗ് പറയുന്നതിന്റെ കൂടെ ആക്ഷനും കൂടെ പ്രോപ്പറായിട്ട് കോർഡിനേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ആ ഒരു സ്കില്ലാണ് എനിക്ക് അതിൽ കണ്ടത്. ബിക്കോസ് പുള്ളിയുടെ ഓരോ ഇതും ഭയങ്കര കോർഡിനേറ്റഡ് ആയിരുന്നു. ചില ആൾക്കാർക്ക് പറ്റുന്ന അബദ്ധം, നമ്മൾ ഡയലോഗ് പറയുമ്പോൾ അത് മാത്രം ഫോക്കസ് ചെയ്തിട്ട് നമ്മൾ ചെയ്യണ ആക്ടിവിറ്റിയിൽ നമ്മളൊരു ഇതുണ്ടാവും. ഇപ്പൊ നമ്മളൊരു കാര്യം ചെയ്തുകൊണ്ട് ഒരു കാര്യം പറയുന്നതെന്ന് പറയുമ്പോൾ അത് കുറച്ചുകൂടെ നാച്ചുറൽ ലൈവ് ഫീലാണ്. അപ്പൊ എനിക്ക് അതൊരു ഇത് പുള്ളിയുടെ ആ പെർഫോമൻസിൽ എനിക്ക് ഫീൽ ചെയ്ത ഒരു കാര്യം, പുള്ളി ഭയങ്കര ലൈവായിട്ടാണ് അത് ചെയ്തത്. അത് ചെയ്യണതിന്റെ ഇടയ്ക്ക് പുള്ളി അത് ചെയ്യണുണ്ട്, ഇത് തട്ടുന്നുണ്ട്, അതങ്ങനെ അങ്ങനെ അങ്ങനെ കുറെ കാര്യം. അപ്പൊ ആ ഒരു കോർഡിനേഷൻ ഉണ്ടാക്കുക എന്ന് പറയുന്നത് പാടാണ്. അത് നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് നമുക്ക് അങ്ങനത്തെ കാര്യങ്ങൾ നമുക്ക് ഒന്നും കോർഡിനേഷൻ പ്രശ്നമില്ലാത്ത രീതിയിൽ നമുക്കെല്ലാം ബാലൻസ്ഡ് ആയിട്ട് കൊണ്ടുവരാൻ പറ്റുക. ഇപ്പം നമുക്ക് ചില സമയത്ത് നമുക്ക് ടൈമിംഗ് പറഞ്ഞിട്ടുണ്ടോ, ഈ ടൈമിൽ ആ ടൈമിൽ തന്നെ ഈ പൊസിഷനിൽ വന്നെത്തണം ഈ ഡയലോഗ് പറയുമ്പോൾ എന്നൊക്കെ. അപ്പോൾ നമുക്ക് കുറേ കാര്യങ്ങൾ ഇങ്ങനെ തലയിൽ കിടന്നിട്ട് നമുക്ക് ചിലപ്പോൾ ആ പൊസിഷനിലേക്ക് എത്താൻ പറ്റുമായിരിക്കും കറക്റ്റ്. പക്ഷെ നമ്മൾ അപ്പോഴത്തേക്ക് ഇമോഷൻസിൽ നമ്മൾ ഒരുപാട് പിന്നോട്ട് പോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ചിലപ്പോൾ ഡയലോഗ് തെറ്റിച്ചിട്ടുണ്ടാവും, അങ്ങനെ എന്തെങ്കിലും. അപ്പൊ ഇതെല്ലാം കൂടി ഒരുമിച്ച് വരണമെങ്കിൽ ടേക്സ് പ്രാക്ടീസ്. പുള്ളിയൊക്കെ അത്രയും വർഷത്തെ പ്രാക്ടീസിലാണ് ആ ഒരു കോർഡിനേഷനും ആ ഒരു അത്ര ലൈവായിട്ടുള്ള ഒരു സംഭവം കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ തന്നെയാണ് ഈ ഒബ്സർവേഷനിൽ തന്നെയാണ് നമുക്ക് ഇത് ചെയ്യാൻ പറ്റുക. ഇതൊക്കെ തന്നെയാണ് നമ്മൾ ഒബ്സർവ് ചെയ്യുന്നത്. അത് തന്നെയാണ് മെയിൻ ആയിട്ട്. പിന്നെ ഇതിന്റെ അല്ലാത്ത ആസ്പെക്ട്സ്, ആക്ടിങ് അല്ലാത്ത ആസ്പെക്ട് എന്ന് പറയുന്നത് ആസ് ആൻ ആക്ടർ ഐ ഫീൽ ലൈക്ക് എൻ്റെ അടുത്ത് പല ആൾക്കാരും പറയാറുണ്ട് ഒപ്പീനിയൻസ് പറയാതെ ഇരിക്കുക, മിണ്ടാതെ ഇരിക്കുക അങ്ങനെയൊക്കെ. പക്ഷെ എല്ലാ ഇപ്പം പൊതുവെ നടക്കുന്ന കാര്യങ്ങൾക്കും നമുക്കാണെങ്കിലും നമ്മുടെ കാര്യങ്ങളിലും ഒപ്പീനിയൻ അതെ ക്ലാരിഫിക്കേഷൻ ഉണ്ടോ സംഭവം? ക്ലാരിഫിക്കേഷൻ ഒന്നും ഇല്ല. ആക്ച്വലി ഞാൻ പറയുകയാണെങ്കിൽ ചില സാധനങ്ങൾ നമ്മള് ആദ്യം ഒരു ഫസ്റ്റ് ബൈറ്റിൽ നമ്മൾ ചെയ്യണതായിരിക്കില്ല, മേ ബി അതിനെ കുറിച്ച് കുറച്ചുകൂടി സ്റ്റഡി കിട്ടി കഴിഞ്ഞാൽ നമുക്കൊരു ഡബിൾ തോട്ട് വരും, ഇതിന് ഇങ്ങനെ ഒരു ഫേസ് കൂടി ഉണ്ടായിരുന്നു. ആക്ച്വലി അങ്ങനെ തോന്നിയിട്ടുണ്ട്. കുറച്ചുകൂടി കേട്ട് കഴിഞ്ഞപ്പോ ഓക്കെ ഈ പറഞ്ഞു ഞാനിപ്പോ പറയുന്ന സംഭവം ക്ലിയർ ആവാത്തവർക്ക് സിന്ദൂർ അല്ല ഓപ്പറേഷൻ റിലേറ്റഡ് ആയിട്ട് വന്നൊരു സംഭവമാണ്. ഇല്ല അതുമായിട്ട് ഞാൻ പറഞ്ഞതിൽ ആക്ച്വലി പ്രശ്നമൊന്നുമില്ല. ഞാൻ ആക്ച്വലി ഇങ്ങനൊരു ഓപ്പറേഷന്റെ പേരേ പറഞ്ഞിട്ടില്ല. ഇങ്ങനൊരു ഓപ്പറേഷൻ എന്ന് പറയുന്നതിനൊരു പേരുണ്ടെന്ന് തന്നെ വന്നിട്ടില്ലാത്തൊരു ഇതിലാണ് അവര് അത് അങ്ങനെ റിലേറ്റ് ചെയ്ത് അങ്ങനെ ഞാൻ ഇതിന്റെ അഗേൻസ്റ്റ് ആണെന്നൊക്കെ പറഞ്ഞത്. ആക്ച്വലി അത് അങ്ങനെ ഒന്നുമല്ല സംഭവിച്ചത്. അതെ 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 അതൊക്കെ ഉണ്ടാവും. ദേശദ്രോഹിയാണ് ഇറക്കവളെ വീട് പാകിസ്ഥാനിലേക്ക് ഇറക്കി വിടുന്നത്. അതിപ്പോഴും വരുന്നുണ്ട്. പറഞ്ഞോളൂ, എനിക്ക് ഒരു കുഴപ്പമില്ല, എന്ത് വേണേലും പറഞ്ഞോട്ടെ. നമുക്ക് അതെ നമുക്ക് നമ്മുടെ ഐഡന്റിറ്റി നമ്മൾ പറഞ്ഞ കാര്യത്തിൽ
കാര്യത്തിൽ വ്യക്തത ഉണ്ടെങ്കിൽ നമ്മൾ പിന്നെ അത് നോക്കേണ്ട ആവശ്യമില്ലല്ലോ. അതിലും എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് പോട്ടെ എന്ന് ആലോചിച്ചിട്ട് തന്നെയാണ് ഞാൻ ഇരിക്കുന്നത്. ഞാനിത് ക്ലാരിഫൈ ചെയ്യാനുള്ളത്, ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ഫോളോ ചെയ്യണ ആൾക്കാർക്ക് എന്താണെന്നുള്ളത് അറിയാം. അതിന്റെ മേളിൽ എനിക്കത് ക്ലാരിഫൈ ചെയ്യാൻ ഞാൻ സത്യം പറഞ്ഞാൽ പോയിട്ടില്ല. ബിക്കോസ് ഞാൻ അതിനുശേഷമാണെങ്കിൽ എന്റെ സൈഡിൽ നിന്ന് ഇതാണ് എന്നുള്ളത് ഞാൻ എന്റെ സ്റ്റോറിയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതല്ലാതെ അതിന്റെ പുറമേ കുറെ ആൾക്കാര് കുറെ അല്ലാത്ത ഞാൻ പറയാത്ത രീതിയിൽ അത് വളച്ചു പൊടിച്ചുമൊക്കെ ഒരു വേറെ രീതിയിൽ ആ ഒരു വ്യൂ പോയിന്റിൽ എന്നെ കാണിക്കുന്ന രീതിയിൽ പ്രൊജക്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഞാൻ അതിനൊന്നും ഒരു മൈൻഡും കൊടുക്കുന്നില്ല. അതൊന്നും നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല എന്ന് തന്നെയാണ് തോന്നുന്നത്. ബിക്കോസ് നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ നമ്മളെ അറിയണ ആൾക്കാർക്ക് അറിയാം, നമുക്ക് ക്ലോസ് ആയിട്ടുള്ള ആൾക്കാർക്ക് അറിയാം, നമുക്കതറിയാം. പിന്നെ വേറെ ആർക്കാണ് നമുക്ക് കൂടുതൽ ഇതാക്കാണ്ട് അങ്ങനെ പറഞ്ഞത്. എനിക്ക് ആദ്യം എന്നെ വിളിച്ചത് മീനാക്ഷി ആയിരുന്നു. മീനാക്ഷി വിളിച്ചിട്ട് എന്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നീ പറയുന്ന കാര്യം എനിക്ക് മനസ്സിലായി. മീനാക്ഷി രവീന്ദ്രൻ. അപ്പൊ മീനാക്ഷി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നീ പറയുന്നത് ഇങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലായി, പക്ഷെ ഇത് പുറത്തുള്ള ആൾക്കാര് നിന്റെ പേരെന്താന്ന് നീ മറക്കരുത്. അതെ, അത് എന്റെ അടുത്ത് മീനാക്ഷി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോ ആക്ച്വലി എനിക്കറിയാം ചിലപ്പോ ആൾക്കാർ ഇങ്ങനെ അത് കണ്ടേക്കാം എന്നുള്ളത് പുള്ളിക്കാരി എനിക്ക് പറഞ്ഞപ്പോഴാണ് ഞാൻ ആ ഒരു സൈഡിൽ നിന്ന് ചിന്തിക്കാൻ തന്നെ തുടങ്ങിയത്. അതുവരെ ഞാനത് ചിന്തിച്ചിട്ട് തന്നെ ഇല്ല. പക്ഷെ അതിനുശേഷമാണെങ്കിൽ ഞാൻ എൻ്റെ ക്ലാരിഫിക്കേഷൻ ഇങ്ങനെ കൊണ്ടാണ് ഇത് ഇങ്ങനെയൊക്കെയാണ് ഇട്ടിട്ടുള്ളത്, ഇതൊക്കെയാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് എന്നുള്ളത് ഞാൻ ഇട്ടിട്ടുണ്ട്. പക്ഷെ അത് കണ്ടിട്ടുള്ള ആൾക്കാരുണ്ടാവും, കണ്ടിട്ടില്ലാത്ത ആൾക്കാരുണ്ടാവും. കണ്ടിട്ടില്ലാത്ത ആൾക്കാരോട് എന്താ എനിക്ക് അതും ഐ എം നോട്ട് അക്കൗണ്ടബിൾ ടു ദാറ്റ്. ബിക്കോസ് കുറെ ആൾക്കാര് അല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞിട്ട് യൂട്യൂബിലാണെങ്കിലും പിന്നെ ഇതൊരു ഹേറ്റ് ക്യാമ്പയിൻ ആയിട്ട് തന്നെ എടുത്തു. പല രീതിയില് അത് നോർത്തിലുള്ള ആൾക്കാര്, അതാ ഒന്ന് ആലോചിക്കേ, നോർത്തിലുള്ള ആൾക്കാര്. ഞാൻ ഇപ്പൊ നോർത്ത് ഇന്ത്യൻ ഒരു നോർത്തിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ളത് ഇവിടെ. അതെ, പാൻ ഇന്ത്യൻ ആവണം എന്ന് വിചാരിച്ചപ്പോ ഞാൻ ഇങ്ങനെ അല്ല വിചാരിച്ചത്. അങ്ങനെയൊക്കെ ഞാൻ എന്തോ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര മോശമായിട്ടുള്ള രീതിയിലാണ് പറഞ്ഞത്. ഞാൻ വിചാരിച്ചു ഓക്കെ, നമുക്ക് എല്ലാവരുടെയും ഇതും കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ എന്താണെന്ന് പറഞ്ഞാൽ നമുക്കറിയാം, കൂടുതലുള്ള ആൾക്കാർക്ക് അറിയാം. കൊടൊക്കെ വെട്ടി കെട്ടാൻ പറ്റും, ഒരാളുടെ വാ കെട്ടാൻ പറ്റില്ല. അതാ, ഒരാളുടെ തലച്ചോറ് എന്ന് പറയുന്നത് നമ്മുടെ കയ്യിലല്ലേ ഇരിക്കുന്നത്. അവർക്ക് എങ്ങനെ ചിന്തിക്കണം, അവർക്ക് എന്ത് പറയണം, അത് അവരുടെ കാര്യമാണ്. നമ്മൾ നമ്മളെ തന്നെ ഒരുപാട് ഇത്ര ഇമ്പോർട്ടൻസ് കൊടുക്കരുത്. ഞാൻ എന്നെ തന്നെ അത്ര ഇമ്പോർട്ടൻസ്, എന്നെ കുറിച്ച് ഇങ്ങനെയാണ് ചിന്തിക്കുക, എന്നെ കുറിച്ച് അങ്ങനെയാണ് ചിന്തിക്കുന്നത്, എന്നാ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ട് ഞാൻ പോയി അങ്ങനെ ഡെസ്പറേറ്റ് ആയിട്ട് പോയി ക്ലാരിഫിക്കേഷൻസ് കൊടുക്കാൻ ഞാൻ അങ്ങനെ ചെയ്യാറില്ല. ഇപ്പൊ എന്റെ കാര്യങ്ങൾ എന്താന്ന് എന്റെ ക്ലോസ് ആയിട്ടുള്ള ആൾക്കാർ അറിയണം എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. ഞാൻ അറിയണം, അത് ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ എന്താണ് പറയുന്നത്, നമുക്കൊരു ഇത് വേണം. അതിൽ എന്തെങ്കിലും പ്രശ്നം പറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മൾ അത് ആക്സെപ്റ്റ് ചെയ്ത് നമ്മളത് അപ്പോളജൈസ് ചെയ്യാനും നമ്മളത് പഠിക്കണം. അങ്ങനെയല്ല, എനിക്ക് അതിൽ പ്രശ്നം തോന്നിയ ഒരു കാര്യമുണ്ട്. അതിലൊരു മിസ്ഇൻഫർമേഷൻ ഞാൻ സ്റ്റോറി ആയിട്ട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ വളരെ വ്യക്തമായിട്ട് ഇങ്ങനൊരു മിസ്ഇൻഫർമേഷൻ അത് ഞാൻ ഡിലീറ്റ് ചെയ്തിട്ട്, അത് മിസ്ഇൻഫർമേഷൻ ആണെന്ന് അറിഞ്ഞ അതേ സമയത്ത് ആ പോസ്റ്റ് ഞാൻ ഷെയർ ചെയ്തെന്ന് പറയുന്ന 56.8K ലൈക്സ് എങ്ങാണ്ട് ഉണ്ടായിരുന്നു. അതിന് എത്രയോ 20,000 സംതിങ് കമന്റ്സും. നമ്മൾ ഒരിക്കലും വിചാരിക്കണില്ലല്ലോ ഇങ്ങനെ ഇത്രയും ലൈക്സും കമന്റ്സും ഉള്ള ഒരു പോസ്റ്റ് ജെനുവിൻ അല്ലായിരിക്കും, അല്ലെങ്കിൽ അത് മിസ്ഇൻഫർമേഷൻ ആയിരിക്കും എന്നുള്ളത്. റീഷെയർ ആണ്, ഞാനൊരു സ്റ്റോറി ആയിട്ട് റീഷെയർ ചെയ്തതാണ്. ഒരിക്കലും ഞാൻ അറിഞ്ഞില്ല ഇത്രയും റീച്ച് കിട്ടുന്ന, ഇത്രയും ആൾക്കാർ ഇത് ചെയ്യുന്ന ഒരു പോസ്റ്റ് ചിലപ്പോൾ മിസ്ഇൻഫർമേഷൻ ആയേക്കാം. അത് പ്രോപ്പറായിട്ട് വെരിഫൈ ചെയ്യാത്തത് എന്റെ പ്രശ്നമാണ്. അതല്ലാതെ അതിന് പുറമെ ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊന്നും മോശമായിട്ടുള്ള കാര്യങ്ങളോ അതിൽ തെറ്റായിട്ടുള്ള കാര്യങ്ങളോ അല്ല. പിന്നെ ആ ഒരു പോസ്റ്റ് അതും ഞാൻ പോസ്റ്റ് ഇട്ടതല്ല, somebody else posted. I shared a story and the moment I came to know that this is misinformation, ഞാൻ അത് അപ്പം തന്നെ ടേക്ക് ഡൗൺ ചെയ്തിട്ട് ഇങ്ങനെ ഒരു ഇതേപോലെ ഇങ്ങനെ ഒരു സംഭവം ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു, ഇങ്ങനെയാണ്, ഇതിനനുസരിച്ച് അത് മിസ്ഇൻഫർമേഷൻ ആണ്, ഐ ഹാവ് ഡിലീറ്റഡ് ഇറ്റ് ആൻഡ് ഓൾസോ ഐ അപ്പോളജൈസ് ഫോർ ദ സെയിം എന്നുള്ളത് വളരെ ക്ലാരിറ്റിയിലാണ് ഞാൻ വിത്തിൻ ഐ തിങ്ക് അതാർക്കും കാണണ്ട. അയ്യോ, അതാർക്കും കാണണ്ട. അത് ഞാൻ ഡിലീറ്റ് ചെയ്ത പോസ്റ്റ് ആൾക്കാര് സ്ക്രീൻഷോട്ട് അത് വെച്ചിട്ട് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. മോശം.
മോശം 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 അത്രയും മോശമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്തോ എന്നെ മാത്രമല്ല പറഞ്ഞത്, എന്റെ വീട്ടുകാരെ നാട്ടുകാരെ എല്ലാരെയും തെറി വിളിച്ച് അതും ഒരുപാട് ഹിന്ദി തെറി ഞാൻ പഠിച്ചിട്ടുണ്ട് ഇപ്പൊ. എനിക്ക് അറിയില്ലായിരുന്നു കുറെ. അതെ അതെ അതെ, ഇപ്പൊ എനിക്ക് മൊത്തത്തില് ഒരു കംപ്ലീറ്റ് ആയി. അങ്ങനെ ഇപ്പോഴും വരാറുണ്ട്. സ്റ്റിൽ ഒരു പോസ്റ്റ് ഇട്ടാൽ അടിയിൽ വന്നിട്ട് ഇതില്ലേ ശരിക്കും ഒരു നെഗറ്റീവ് PR, ഒരു ഐ തിങ്ക് ഇറ്റ്സ് എ പെയ്ഡ് നെഗറ്റീവ് PR. അവർക്ക് ഗ്രൂപ്പ്സ് ഉണ്ട്. അവർക്ക് ഇതേപോലത്തെ ഗ്രൂപ്പ്സിൽ അവര് എന്റെ പോസ്റ്റ് എടുത്തിട്ടിട്ട് റിപ്പോർട്ട് ചെയ്യും, സൈലൻസ് ചെയ്യാ, പിന്നെന്താ പറയാ, സൈലൻസ് ചെയ്യാന്നുള്ളതായിരിക്കും മെയിൻ. നോക്കുമ്പോ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മെജോറിറ്റിക്ക് എതിരായിട്ട് നിൽക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിപ്പോ നമ്മൾ എത്ര റൈറ്റ് ആണെങ്കിലും ഇത് മെജോറിറ്റി എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്ന സോഷ്യൽ മീഡിയയിൽ നമ്മൾ കാണുന്നതാണ് നമ്മൾ മെജോറിറ്റി ആയിട്ട് എടുക്കുന്നത്. ആക്ച്വലി മെജോറിറ്റി അതല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കാറില്ല ചില സമയത്ത്. ഇപ്പൊ നമുക്കാണെങ്കിലും ഒരു പോസ്റ്റ് ഒരാൾ ഇട്ട് ഒരു ഫോട്ടോ, നല്ല ഫോട്ടോ ആയിരിക്കും, അതിന്റെ അടിയിൽ ഒരു 10 കമന്റ് വന്നെന്ന് ആലോചിക്കുക. 10. ഇപ്പൊ നമുക്ക് ആ ഫോട്ടോ കണ്ടിട്ട് നമ്മൾ കമന്റ് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്കൊന്നും തോന്നില്ല, നമുക്ക് നല്ലൊരു ഫോട്ടോ. ഇറ്റ്സ് വെരി ട്രിക്കി ഇതിന്റെ സോഷ്യൽ മീഡിയ. അതൊരു പാക്ക് സൈക്കോളജിയാണത്. അപ്പൊ നമ്മൾ അതുവരെ നമുക്ക് ആ ഫോട്ടോ ഒരു കുഴപ്പവും തോന്നിയില്ല. ചുമ്മാ ഒരു കുട്ടി ഇരിക്കുന്ന ഫോട്ടോ ആയിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും 2 ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരിക്കുന്ന ഫോട്ടോ ആയിരിക്കും. ഇതിന്റെ അടിയിലുള്ള 10 കമന്റ് വായിച്ചാല് 9 കമന്റ് നെഗറ്റീവ് ആണെങ്കിൽ ഇവരുടെ ഇടയിലുള്ള കെമിസ്ട്രിയോ ചിലപ്പോ ഒരു ഫാദറും ഒരു മോളും ആയിരിക്കും അത്. എന്നിട്ട് അവരങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരിക്കുന്നു, അല്ലെങ്കിൽ ഒരുമിച്ചിരിക്കുന്നു, വല്ല ഇതായിരിക്കും. നമുക്ക് അതുവരെ അതിലൊരു കുഴപ്പം തോന്നത്തില്ല. 9 ആൾക്കാര് അതിനെ കുറിച്ച് 10 കമന്റ്സിൽ അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ തിങ്കിങ് അങ്ങനെ പോകും. അതാണ് ഈ സോഷ്യൽ മീഡിയയുടെ ഈ PR എന്ന് പറയുന്നത്. അത് തന്നെയല്ലേ, ലൈക്ക് മാനിപ്പുലേഷൻ ഇസ് ദ മെയിൻ തിങ്. അത് ഇവിടെ നല്ല രീതിയിൽ എന്റെ കാര്യത്തിൽ യൂസ് ചെയ്തിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പൊ നമുക്ക് നമ്മൾ അറിയാതെ നമ്മള് ആ സൈഡ് മെജോറിറ്റി എവിടെയാണോ അവിടെ പോവാനുള്ള സൈഡാണ് നമുക്ക്. നമ്മുടെ സൈക്കോളജി എങ്ങനെയാണ്, ഇപ്പൊ നമ്മളെല്ലാവരും ഡോക്ടേഴ്സ് ആവണം, എഞ്ചിനീയേഴ്സ് ആവണം എന്ന് വിചാരിച്ചിട്ടുള്ള ഒരു കാലഘട്ടം ഉണ്ട്. അതും ഒരു പാക്ക് സൈക്കോളജി തന്നെയാണ്. എല്ലാവരും ഡോക്ടറായിട്ട് ഇങ്ങനെ ആവുന്നു, അതുകൊണ്ട് ഞാനും ഡോക്ടർ ആവും. അല്ലാതെ അതിന് ഈ ജോലിക്ക് താല്പര്യമുണ്ടോ, താങ്കൾക്ക് പറ്റണ ജോലിയാണോ, തന്നെ കൊണ്ട് എടുത്താ പൊങ്ങുന്ന ഇതാണോ മെഡിസിൻ പഠിക്കുന്നത്, അങ്ങനെ ഒന്നും ചിന്തിക്കാതെ മെഡിസിൻ എടുത്തിട്ട് പകുതി വഴി ഇട്ടിട്ട് പോയിട്ടുള്ള ആൾക്കാരുണ്ട്, കംപ്ലീറ്റ് ചെയ്യാത്ത ആൾക്കാരുണ്ട്. എനിക്ക് തന്നെ പേഴ്സണലി അറിയുന്ന ആൾക്കാരുണ്ട്. എന്നാൽ ഇതിന് ഭയങ്കര താല്പര്യം ഉണ്ടായിട്ട് ഇതിന് പോവാൻ പറ്റാത്ത ആൾക്കാരുണ്ട്. അങ്ങനെ ഒരുപാട് പല കാറ്റഗറിയിലുള്ള ആൾക്കാരുണ്ട്. ഇതൊക്കെ എങ്ങനെയാണ് ഈ കരിയർ ബിൽഡിങ്ങും മേക്കിങ്ങും നമ്മുടെ തോട്ട്സ് ഇതൊക്കെ എങ്ങനെ സെറ്റ് ആയത്? മാനിപ്പുലേഷൻ. ഈ സോഷ്യൽ മീഡിയ മാനിപ്പുലേഷൻ എന്ന് പറയുമ്പോൾ ചെറിയ ദ്രോഹമൊന്നും അല്ല ചെയ്യുന്നത്. ബിക്കോസ് നമ്മൾ ചിന്തിക്കാത്ത രീതിയിൽ ചിന്തിപ്പിക്കുകയും പല ആൾക്കാർ ചെയ്യാത്ത കാര്യങ്ങൾ നമ്മളൊരു മോശമായിട്ടുള്ള, നല്ലതാണെങ്കിൽ നല്ലത്, പക്ഷെ നല്ലത് വരുന്നത് കുറവാണ്. കൂടുതലും നെഗറ്റീവ് PR ആണ് ആൾക്കാർ ചെയ്യാൻ നോക്കുന്നത്. പിന്നെ പെയ്ഡ് ആയിട്ടുള്ള ഒരാളുടെ ഗ്രോത്ത് നമുക്ക് നശിപ്പിക്കണം എന്നുണ്ടെങ്കിൽ അതും നമുക്ക് ഇങ്ങനെ വന്നിട്ട് നല്ലൊരു ഫോട്ടോ ആയിരിക്കും, അല്ലെങ്കിൽ നല്ലൊരു വീഡിയോ ആയിരിക്കും, അതിന്റെ ഇടയ്ക്ക് ഒരു 10 നെഗറ്റീവ് കമന്റ്സ് വന്നാൽ എല്ലാ ആൾക്കാരുടെ ശ്രദ്ധ ആ നെഗറ്റീവിലേക്ക് പോവുള്ളൂ. ആ ചെയ്ത നല്ല കാര്യമോ അല്ലെങ്കിൽ നല്ല ഒരു പാട്ടിലേക്കോ നമുക്ക് കാണാൻ പറ്റില്ല. ആ സൈക്കോളജി ഇസ് ലൈക്ക് ദാറ്റ്. പറഞ്ഞിട്ടും കാര്യമില്ല. ഐ ഫീൽ ലൈക്ക് അത് നല്ല രീതിയിൽ എന്റെ കാര്യത്തിൽ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ സമയത്ത്. പക്ഷേ ആക്ച്വലി ഒരു സെറ്റ് ഓഫ് പീപ്പിൾ ഉണ്ടെന്ന് ചെയ്യുന്നതും അതൊരു ഹോബി ആയിട്ടോ അല്ലെങ്കിൽ അതെ 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 എന്നും എണീറ്റിട്ട് നോക്കുമ്പോ ഇങ്ങനെ ഉണ്ടാവും കുറെ ഇപ്പൊ ഒരാൾ തന്നെ എല്ലാ പോസ്റ്റിലും ഒരേ ഇത് കോപ്പി പേസ്റ്റ് ചെയ്ത് ഇത് തന്നെ വേറൊരു അക്കൗണ്ടിൽ നിന്ന് സെയിം ഇത് കോപ്പി പേസ്റ്റ് അതല്ല. എല്ലാ ഫേക്ക് അക്കൗണ്ട്സ് ആണ്, എല്ലാ ഫേക്ക് അക്കൗണ്ട്സ്. ആൻഡ് ചില ജെനുവൻ അക്കൗണ്ട്സും ഉണ്ടാവും. ജെനുവൻ ആണോന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ ഈ നോർത്ത് ഇന്ത്യൻ ആൾക്കാരാണ് കൂടുതൽ എനിക്കിങ്ങനെ വന്നിട്ടുള്ളത്. പിന്നെ അതല്ലാത്ത മലയാളം ആൾക്കാരും ഉണ്ട്. മലയാളികൾ ഇപ്പൊ കുറച്ച് എന്നെ കളിയാക്കാനൊക്കെ ഇങ്ങനെ ഇതാക്കാറുണ്ട്, ട്രോളിങ് എന്നുള്ള രീതിയിൽ. അതെ അതെ മലയാളികൾ പിന്നെ നമുക്ക് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാം. അവരിങ്ങനെ കളിയാക്കി വിടത്തേ ഉള്ളൂ. പക്ഷെ ഈ ഹിന്ദി നോർത്ത് ഇന്ത്യൻ അവരത് സീരിയസ് ആയിട്ട് നമ്മളെ എങ്ങനെയെങ്കിലും നമ്മുടെ ഇത് കളയണം, അങ്ങനെ തന്നെ കണ്ട് ചെയ്യുന്ന ആൾക്കാര് നല്ല. എനിക്ക് പേടിയുണ്ടായിരുന്നു. ഞാൻ ഇറങ്ങി എന്തായാലും തട്ടിക്കളയുമാര്. ബിക്കോസ് എനിക്ക് ത്രെറ്റ് ഫീൽസ് കിട്ടിയത് ആലോചിച്ച് നോക്ക്.
എനിക്ക് അറിയത്തില്ല ഈ കുറച്ച് ഇത് മറ്റേ ബിഷ്ണോയി എനിക്ക് അറിയത്തില്ല ജനുവിനാണോ എനിക്ക് അറിയത്തില്ല. ത്രെഡ് മെയിൽസ് എന്ന് പറഞ്ഞാൽ എനിക്ക് മെയിൽ ഓപ്പൺ ചെയ്യാൻ പറ്റത്തില്ല. അത്ര മെയില് ത്രെഡ് മെയിൽസ് ഗൂഗിൾ ജിമെയിലില് മറ്റേ സ്റ്റോറേജ് ഫുള്ളായി എനിക്ക്. യു കാൺ റിസീവ് എനി മോർ മെയിൽസ് എന്ന് പറഞ്ഞിട്ട് അത്രയും എനിക്ക് ത്രെഡ് മെയിൽസ് കിട്ടി. ത്രെഡ് മെയിൽസ് ഞാൻ നോർമൽ ത്രെറ്റ് ഒന്നും അല്ല. ത്രെഡ് മെയിൽസ് ഞാൻ പറയണ്ടല്ലോ തീർത്തുകളെയും മറ്റേ റീപ്പിയും അങ്ങനെ ഇങ്ങനെ നൗ യു അണ്ടർസ്റ്റാൻഡ് ദ സീരിയസ്നെസ് എന്ന് ഞാൻ അത് പിടിച്ചൊക്കെ. അത് ദൈവം എന്റെ കൂടെ ഉണ്ടായതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇപ്പോഴും ഇങ്ങനെ തന്നെ ഇരിക്കുന്നത്. അല്ലെങ്കിൽ ആലോചിക്കും ഇത്രയും ഒരാൾക്ക് ഇത്രയും നെഗറ്റീവ് ഇത് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആരും ഇങ്ങനെ ധൈര്യത്തോടെ എനിക്ക് തോന്നുന്നില്ല. നമുക്ക് ഒരു ദൈവമുണ്ട് എന്നുള്ള ഒരു വിശ്വാസത്തിലാണ് ഞാൻ പോകുന്നത്. ഞാൻ എന്താണ് സംസാരിച്ചിട്ടുള്ളത്, ഞാൻ മോശമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല, തെറ്റായിട്ട് ആർക്കും ഞാൻ ഒരു ഉപദ്രവം ചെയ്തിട്ടില്ല എന്നുള്ള വിശ്വാസവും ഇതും ബോധവും എനിക്ക് ഉള്ളത് കാരണമാണ് ഐ എം സ്റ്റിൽ ഏബിൾ ടു ടോക്ക് ലൈക്ക് ദിസ്. അല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നില്ല വേറൊരാളും ഇത് കിട്ടിയിട്ടുണ്ടെങ്കിൽ തീരും അവരവിടെ ഇരിക്കും. അതെ 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 ഇപ്പോഴാണെങ്കിലും ഇത് വരാറുണ്ട്. അപ്പൊ ഞാനിങ്ങനെ ആലോചിക്കുന്നത് ഓക്കെ എനിക്കറിയാം ദിസ് ഇസ് പാർട്ട് ഓഫ് സം ബിഗ് ഹേറ്റ് ക്യാമ്പയിൻ വിച്ച് ഇസ് ഫണ്ടഡ്. നല്ല രീതിയിൽ ഫണ്ട് ഇറക്കിയിട്ട് പരിപാടി ചെയ്യാം. അതെ ഈ വാട്സാപ്പിലൊക്കെ ഗ്രൂപ്പ്. അതെ എന്റെ അക്കൗണ്ട് ഹാക്ക് ചെയ്യാൻ പല ആൾക്കാരും നോക്കി, റിപ്പോർട്ട് അടിച്ച് കളയാൻ ആൾക്കാർ നോക്കി, പല രീതിയിലുള്ള പ്രശ്നങ്ങൾ. ഞാൻ അവസാനം എല്ലാത്തിലും എനിക്കറിയത്തില്ല എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയത്തില്ല. മാക്സിമം എന്നെ സെക്യൂർ ആക്കാനുള്ള കാര്യമാണല്ലോ ഞാൻ ചെയ്യേണ്ടത്. വൾണറബിൾ ആവാതിരിക്കാൻ മാക്സിമം. അതെ അതെ അതൊക്കെ കഴിഞ്ഞൊന്ന് കരകയറി ഒന്ന് ഇരിക്കുകയാണ്. അതെ 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 അതത്രേ ഉള്ളൂ. ജസ്റ്റ് ഇപ്പൊ ഏതൊരു ബെസ്റ്റ് ഫ്രണ്ട് ഏതൊരു ഫ്രണ്ടിനെ വിളിച്ചിട്ട് ഇങ്ങനെ പറയാ നമുക്ക് ഇങ്ങനെ റെഡ് ചില്ലീസിന് ഒരു കോള് വന്നിട്ടുണ്ടായിരുന്നു, ഷാറൂഖ് ഖാന്റെ ഒരു മൂവിയാണ്, പെട്ടെന്ന് അങ്ങനെ ചെല്ലാൻ പറഞ്ഞു മുംബൈയിലേക്ക്, എടാ ഞാൻ എന്താ ചെയ്യാ, നീ കൂടെ വരുമോ എന്നൊക്കെ ചോദിച്ചിട്ട് ചോദിക്കാം എന്താ റിയാക്ഷൻ നോക്കാം നമുക്ക്. അപ്പൊ അവരെന്ത് പറയണമെന്നാണ് പ്രതീക്ഷിക്കുന്നത്? അതിപ്പോ അവരോട് ചോദിക്കേണ്ടി വരും എന്താ പറയാ പ്രതീക്ഷിക്കണേന്ന്. ഞാനിപ്പോ മീനാക്ഷിനെയാണ് ഞാൻ എന്തെങ്കിലും വിളിക്കാറ്. സത്യം മീനാക്ഷിനെ ഞാൻ വിളിച്ചിട്ട് പറയാലേ. ലൗഡ് സ്പീക്കറോ? ലൗഡ് സ്പീക്കറിലേടാ. ഞാൻ അങ്ങനെ ചെയ്യണ ആളാ. ഇത് കേൾക്കുമ്പോ തന്നെ മീനാക്ഷി മനസ്സിലാവും എന്തോ പ്രാങ്കാന്ന്. അല്ല വേണേ മുംബൈയിലേക്ക് കൂട്ടിന് വരുമോ അങ്ങനെ എന്തെങ്കിലും ചോദിച്ചു. അപ്പൊ ഇല്ലടി എനിക്ക് പരിപാടി ഉണ്ടെന്നൊക്കെ പറയുകയാണെങ്കിൽ മറ്റേ ഫേക്ക് ഫ്രണ്ട് കാർഡ് അപ്പൊ തന്നെ മീനാക്ഷിനെ ഔട്ടാക്കാൻ എനിക്കൊരു നല്ല കാലം വന്നപ്പോ നീ കൂടിയിട്ടില്ല. അങ്ങനെയല്ല മീനാക്ഷി ഷൂട്ടിലാണോ നിന്റെ മറ്റേ മഞ്ഞ ടോപ്പ് എനിക്ക് വേണം. ഹലോ ഹലോ എവിടെയാ? ഞാൻ ചെന്നൈയില്. അതെ ഞാനൊരു കാര്യം പറയട്ടെ. എന്താ കല്യാണമാണോ? അതൊന്നും അല്ല, എന്റെ കരിയർ റിലേറ്റഡ് ആണ്. അതെ റെഡ് ചില്ലീസ് എന്റർടൈൻമെന്റിന്ന് ഒരു ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് ഒരു മെസ്സേജ് വന്നായിരുന്നു ഇവരുടെ ഒഫീഷ്യൽ പേജിൽ നിന്ന്. അപ്പൊ ഞാനങ്ങ് റെഡ് ചില്ലീസ് ഷാരൂഖ് ഖാന്റെ. അപ്പൊ എന്നിട്ട് ഞാനിങ്ങനെ അല്ലെ എന്താ പരിപാടി എന്ന് അറിയത്തില്ലല്ലോ. അപ്പൊ ഞാനിങ്ങനെ കോണ്ടാക്ട് നമ്പർ കൊടുത്തു. അപ്പൊ അവരെന്നിങ്ങനെ വിളിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു ഇങ്ങനെ ഒരു പടമാണ്, ഷാരൂഖ് ഖാനാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, പുള്ളി ഗസ്റ്റ് റോള് ചെയ്യുന്നുണ്ട്, ആമിനെയാണ് മെയിൻ എന്നൊക്കെ. കാര്യമായിട്ട് അങ്ങനെയൊക്കെ ഉണ്ടാവും. ഇത് വെറുതെ ഫേക്ക് ആയിരിക്കുമോ? അല്ലല്ല അത് വെരിഫൈഡ് പ്രൊഫൈൽ തന്നെയാണ്. വെരിഫൈഡ് പ്രൊഫൈൽ തന്നെയാണ് അവരുടെ റെഡ് ചില്ലീസ് എന്റർടൈൻമെന്റ് വെരിഫൈഡ് പ്രൊഫൈലിൽ നിന്ന് തന്നെയാണ് എനിക്ക് മെസ്സേജ് വന്നത്. അപ്പൊ പുള്ളി ഗസ്റ്റ് റോള് ചെയ്യും എന്ന് പറഞ്ഞു, പുള്ളി പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്, അപ്പം ഞാനാണ് ഇങ്ങനെ അഭിനയിക്കുന്നതെന്നൊക്കെ. അപ്പൊ നമുക്ക് ഞാൻ ഫോണിൽ സംസാരിച്ചു. അവര് ഫോണിൽ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അതിനുശേഷം എന്റെ അടുത്ത് ചോദിച്ചു അപ്പൊ മുംബൈയിൽ എപ്പോഴാണ് വരാൻ പറ്റുന്നതെന്ന് ചോദിച്ചായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് പോവാന്ന്. മുംബൈയിലോ? എത്രാം തീയതിക്കാ പോണ്ടേ? ഈ മൺഡേ. ഈ മൺഡേ എന്ന് പറയുമ്പം ഡേറ്റ് ഏതടി? ഡേറ്റ് അങ്ങനൊന്നും ഞാൻ നോക്കിയില്ല. 21 21 അല്ലേ?
ഓക്കെ. അല്ല ഞാൻ ചോദിക്കുന്നത് ഓക്കെ ഞാനിപ്പോ ചെന്നൈയിലാ. ആ. ആ. ഇത് ജനുവിനാണ് അപ്പൊ സംശയമുണ്ട്. അല്ലല്ല ഞാൻ നമ്മളിപ്പോ അറിയാത്തൊരു സ്ഥലത്തേക്ക് പോവല്ലേ. എന്നാ ഒരുപാട് സംശയിക്കണ്ട. അതെ, ആ പ്രോസസ് ഒന്നുമില്ല. അവിടെ പോവുക, അവരുമായിട്ട് സംസാരിക്കുക. ഒരു 4-5 ദിവസം അവിടെ നിൽക്കേണ്ടി വരും തോന്നുന്നുണ്ട്. അവരെ അക്കോമഡേഷൻ ഒക്കെ അവര് സെറ്റാക്കി തരാന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് ഈ സ്ക്രിപ്റ്റ് റീഡിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ സ്ക്രിപ്റ്റ് ഒക്കെ കേട്ടിട്ട് ഇപ്പൊ എനിക്ക് തോന്നുന്നില്ല ഇപ്പൊ സ്ക്രിപ്റ്റ് എന്താണേലും നമുക്ക് ചെയ്യാലോ. എന്താണേലും അവരിങ്ങനെ പറയുമ്പോ നമ്മള് ഓക്കെ, നമ്മള് ശരി എന്നൊക്കെ പറയണല്ലോ. ഓഡിഷൻ ഒന്നും പറഞ്ഞില്ല. ഓഡിഷൻ ഉണ്ട്. അവർ ആ സ്ക്രിപ്റ്റ് വെച്ചിട്ട് നമ്മള് ജസ്റ്റ് ഒരു ലുക്ക് ടെസ്റ്റ് പോലെ ചെയ്യും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെ, എനിക്കാണെങ്കിൽ ഭയങ്കര പേടി. അതാ ഞാൻ ഇത്ര ഈസി ആയിട്ട് പോകുന്നോണ്ട്. അതെ, അതെ. എൻ്റെ അടുത്ത് പിന്നെ ചോദിച്ചു കൂടെ ആരെങ്കിലും വരുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു അതെ, എൻ്റെ ഒരു മിക്കവാറും വരുന്നുണ്ടെങ്കിൽ എൻ്റെ ഫ്രണ്ടുണ്ട് മീനാക്ഷി, പുള്ളിക്കാരി ആക്ട്രസ് ആണ്. അപ്പൊ പുള്ളിക്കാരി ആയിരിക്കും എൻ്റെ കൂടെ വരുന്നതെന്ന് ചോദിച്ചു. പറഞ്ഞു. അപ്പം അവര് ചോദിച്ചു എന്നാ മീനാക്ഷിനെ കാസ്റ്റിംഗ് കോച്ചിന് കൊടുക്കുകയാണെങ്കിൽ ഭയങ്കരായിരുന്നു. അതെ, എത്ര ഈസി ആയിട്ടാണല്ലോ ഇതൊക്കെ അങ്ങ് നടക്കുന്നത്. അതെ, 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 അതെ. ഞാൻ ഇവിടുത്തെ ആങ്കറിന് കൊടുക്കുക, ഇത് ലൈവ് ആച്ചടി എന്ന്. ഷാറൂഖ് ഖാൻ ചോദിക്കുന്നുണ്ട്. അയ്യേ, അതെ. എങ്ങനെയാ മുംബൈയിലേക്ക് എത്തിയേക്കൂലേ? മൈൽ സ്റ്റോൺ മേക്കേഴ്സിൽ ഒരു ഇന്റർവ്യൂവിന്റെ ഇടയിലായിരുന്നു. അപ്പോഴാണ് പറഞ്ഞത് മീനാക്ഷിക്ക് ഇതുപോലെ മറ്റേ ബോളിവുഡിലേക്ക് പോകണമെന്ന് ഇങ്ങനെ പറയണ്ടായി, മലയാളം ഇൻഡസ്ട്രി പറ്റില്ല എന്നൊക്കെ പറഞ്ഞു. അങ്ങനൊന്നും പറഞ്ഞിട്ടില്ലേ? അത് ഞാൻ കൈ നിട്ടതാ. കൊഴപ്പില്ല, ഇനിയിപ്പോ മണ്ടേ പോയി നോക്കിട്ടോ, ഞങ്ങാനും ബിരിയാണി കിട്ടിയാലോ. ഓ, അങ്ങനെയൊന്നും പുച്ഛിക്കണ്ട. അതെ, അതെ, അതിന് കുടുംബകലഹം ഉണ്ടാകാം. കേക്കല്ലേ, സ്വന്തം ബെസ്റ്റ് ഫ്രണ്ടിന് ഒരു വിശ്വാസമില്ല, അവർക്ക് അതിനുള്ള കഴിവൊന്നുമില്ല. ട്രസ്റ്റബിൾ ആയില്ലേ? റെഡ് ചില്ലീസ് എന്ന് വെച്ചാൽ ഏത് ചില്ലിന്നൊക്കെ ഷാറൂഖ് ഖാൻ. ഞാൻ പെട്ടെന്നേ മറ്റേ റേഡിയോ മിർച്ചി ആലോചിച്ചത്. എന്റെ തലയില് നമ്മുടെ അത് തെറ്റുണ്ട്. മര്യാദ ഷാറൂഖ് ഖാന്റെ പടം എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. എന്തായാലും അപ്പൊ മുംബൈ കാണാം. അപ്പൊ ഓക്കെ, ബൈ. എന്നെ എന്തൊക്കെ വിളിച്ചാൽ പോലും ഞാൻ പോവാം. അപ്പൊ ഓക്കെ, എന്തായാലും ബൈ ബൈ, താങ്ക് യു. അവ ശരിയെന്നാ, ഞാൻ പിന്നെ വിളിക്കാം. എത്രയൊക്കെ പിന്നെ പറഞ്ഞാൽ മതി. ഓക്കെ, ശരിയെന്നാ, ബൈ. ശരി. അയ്യോ, ഞാൻ കള്ളം പറയാറില്ല, അതുകൊണ്ടാണ് മീനാക്ഷിക്ക് വലിയ ഡൗട്ട് തോന്നാത്തത്. പക്ഷെ നല്ല എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നില്ല. അതാ, അത് മീനാക്ഷി, ഞാൻ ഇന്നേ വരെ മീനാക്ഷി അടുത്ത് കള്ളം പറഞ്ഞിട്ടില്ല. എത്ര വർഷമായി? നമ്മള് 6 years കൂടുതലായി. അപ്പൊ ഞാൻ അത് ഭയങ്കര കീപ്പ് ചെയ്യുന്ന ആളാ. പുള്ളിക്കാരിക്ക് അറിയാം, അതാ പെട്ടെന്ന് വിശ്വസിച്ചത്. ട്രസ്റ്റ് അതെ, ഒരാഴ്ച വന്നതിന് വിളിക്കാൻ പറ്റില്ല. അയ്യോ, വിശ്വസിക്കത്തില്ല. ഞാനത് പുള്ളി കാണുന്നേ മുന്നേ ഞാൻ അൺസെൻഡ് ചെയ്യും. ഇതൊക്കെ ഒരു ചാൻസ് കൊടുക്കണല്ലേ, ഞങ്ങാനും കിട്ടിയാലോ. അതല്ല, പുള്ളി പക്ഷെ കാണത്തില്ല. മറ്റേ ആ പയ്യൻ എന്നെ ഇങ്ങനെ പറഞ്ഞ് മെസ്സേജ് ചെയ്യിപ്പിച്ചോണ്ടാണ് എനിക്ക് അവസരം കിട്ടിയത്. എന്തായാലും ഞാൻ പറയും. എന്തായാലും അങ്ങനെയൊന്നും ഉണ്ടാവില്ല, അങ്ങനെ ഒന്നും പ്രതീക്ഷിക്കരുത്. അതെ, അതെ, അതെ. എന്തായാലും ഫ്യൂച്ചർ പ്ലാൻസ് ഒക്കെ അടിപൊളിയാവട്ടെ, നല്ല നല്ല പ്രൊജക്ട്സ് ഒക്കെ ഇട്ടിട്ട്. അതെ, ഇനി ഇങ്ങനെ എടുക്കാൻ പറ്റട്ടെ. അതെ, പോവാതിരിക്കട്ടെ. പലതരത്തിലുള്ള ആശംസകളാണ് നേരുന്നത്. അതെ, അതെ, താങ്ക് യു. എന്തായാലും അങ്ങനെയൊക്കെ പറഞ്ഞൊരു പേടി. ശരി എന്നാ, ഓക്കെ.